ഒരു സമയത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ കുറച്ച് ദിവസം മുന്നേ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലായിട്ട് എൻ്റെ പേജിൽ പാട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, എന്താ ഇങ്ങനെ വയ്യാതായത്, എന്തിനാ മെഡിസിൻ കഴിക്കണത്, പിന്നെ എന്താ പറ്റുക, അങ്ങനെ കുറേ മെസ്സേജ് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ റീപ്ലൈ പറഞ്ഞു ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും നമുക്ക്. ഇങ്ങനെ കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ രീതിയിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം. എല്ലാവർക്കും ഡൗട്ടില്ല എന്തിനാ മരുന്ന് കഴിക്കണേ, എന്താണ് അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ക്യാൻസറാണ്. എനിക്കിപ്പോൾ 5 വർഷമായി അസുഖം തുടങ്ങിയിട്ട്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2 വട്ടം എനിക്ക് വന്നിട്ട് അസുഖം. ഇതിന് എത്രത്തോണ്ട് ലോങ് ആവുമെന്ന് എനിക്കറിയില്ല ഈ ഒരു ഇത്. അപ്പോൾ ഞാൻ പരമാവധി എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെഡിസിനൊക്കെ കഴിക്കുന്നതിൻ്റെ. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളും എനിക്ക് ഉണ്ടായതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. കാരണം 2-3 പാട്ടായിട്ട് ഇത് ഇടണ്ടെന്ന് വെച്ചിട്ടാണ് ഒറ്റയടിക്ക് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് അസുഖം വന്നത് മൂക്കിൻ്റെ ഉള്ളിലായിരുന്നു. മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ ബ്രെയിനിലേക്ക് കയറി അതിൻ്റെ വേരുകൾ മൂക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വലിയ മുഴ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും തലവേദന ഉണ്ടാവും, ഫുൾ ടൈം തലവേദന. പിന്നെ ഈ ഒരു മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും കഫം ഇങ്ങനെ വരും, എപ്പോഴും കഫക്കെട്ട് വരും. അപ്പോൾ ഞാനത് സാധാരണ ഒരു രീതിയിൽ നമുക്ക് ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരാഴ്ച അങ്ങനെയായിട്ടാണ് കഫക്കെട്ട് ഉണ്ടാവാറ്. അപ്പം ഞാൻ കോൾഡിൻ്റെ മരുന്ന് വെച്ച് കഴിക്കുമോ അങ്ങനെ ചെയ്യും. അങ്ങനെ കുറവില്ല. അവസാനം എനിക്ക് ഇങ്ങനെ ശ്വാസതടസ്സം പോലൊക്കെ വന്നു. അങ്ങനെ കുറേ ഡോക്ടർമാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു കഫം കെട്ടി നിൽക്കുകയാണ്, ഇതൊട്ട് ഇതുവരെ കഫം കെട്ടി നിൽക്കുകയാണ് നെറ്റിയിലെ ഒരു തലയുടെ ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ പറഞ്ഞു അങ്ങനെ കെട്ടി നിൽക്കുകയാണ്, അപ്പോൾ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാധാ കഫക്കെട്ടിൻ്റെ ഗുളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നു. അങ്ങനെ കുറേ കാലാവേദനയും കാര്യങ്ങളൊക്കെ. ഒരു ദിവസം ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യായിരുന്നു. വെച്ചാൽ ചിക്കൻ കഴുകി വൃത്തിയാക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ബ്ലഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് വയ്യാണ്ടായപ്പോഴാണ് കേട്ടോ ഈ ബനിയനും പാൻറ്റൊക്കെ ഇടല് തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേ അങ്ങനെ ചുരിദാറാണ്, കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ചുരിദാറാണല്ലോ കൂടുതൽ ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചാൽ അപ്പോൾ എപ്പോഴും ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ടവലാണ് എൻ്റെ കയ്യിൽ ഉണ്ടാവാറ്. അപ്പോൾ എപ്പോഴും മൂക്ക് തുടയ്ക്കും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാറ്, ഇതെടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് തുടയ്ക്കുന്ന സമയത്ത് ബ്ലഡ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചിക്കൻ എങ്ങനെ ആയതായിരിക്കും എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഇങ്ങനെ ബേസിനിൽ പോയിട്ട് മൂക്ക് ചീറ്റ ചെയ്യാറ്. അങ്ങനെ ബേസിനിൽ പോയിട്ട് മൂക്ക് ചീറ്റിയപ്പോൾ നിറച്ച് ബ്ലഡ് കയ്യിൽ വന്നു. അപ്പം തന്നെ ഞാൻ ഇക്കാട് പറഞ്ഞു, ഇക്കത് നിറച്ച് ബ്ലഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കൻ്റെ ഒരു കാര്യം ചെയ്യാൻ ഡ്രസ്സും പറഞ്ഞ് നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു കുറേ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അതിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും കാണാനില്ല, അത് വേണമെങ്കിൽ ഉള്ളിൽ വല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായതാവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ തലവേദന കാര്യങ്ങളുണ്ട്. പിന്നെ തല കുമ്പിടുമ്പോൾ ഇങ്ങനെ നല്ല തരിക്കും. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തരിച്ചു കേട്ട് ബാക്കിലൊക്കെ നല്ല തരിപ്പ് ഇങ്ങനെ വരും. ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ വെള്ളവും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഈ കഫക്കെട്ടിൻ്റെ ആയിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ കുറേ കാലം പോയി. അപ്പോഴാണ് കോവിഡ് വന്നത്. ഫസ്റ്റ് കോവിഡില്ലേ, ആ കോവിഡ് വന്നു. കോവിഡ് എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ അത് മാറി. അപ്പോൾ അതിലിടയ്ക്ക് ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന ടൈമിൽ കൂർക്കം വലിക്കും. രാത്രി ആകുമ്പോൾ എന്നോട് ഇക്ക ഒരു ദിവസം പറഞ്ഞു നീ നന്നായി കൂർക്കം വലിക്കുന്നുണ്ട്, വായൊക്കെ എന്നെ തുറന്നിട്ടാണ് ഉറങ്ങുന്നത്, അങ്ങനെയല്ല സാധാരണ ഉറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇക്കാട് പറഞ്ഞു അയ്യോ എനിക്ക് ഈ മൂക്ക് എന്താ ബ്ലോക്ക് ആയ പോലെ തോന്നുന്നുണ്ട് ഇക്ക, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കാണിക്കാം. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ പോയത്. അപ്പോഴാണ് അവർ പറഞ്ഞു ഇത് സാധാരണ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇക്ക ഡോക്ടറോട് പറഞ്ഞു നിങ്ങളൊരു സ്കാൻ എഴുതി തായോ എന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ എഴുതി തന്നു. CT സ്കാൻ എഴുതി തന്നിട്ട് അപ്പോൾ മൂക്ക് ബ്ലോക്കായ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് ഈ മൂക്കിന്ന് കാറ്റ് വരുന്നില്ല, പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്കെയിൽ വെച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ സ്കാൻ ഡേറ്റ് എടുത്തു. അങ്ങനെ ഒരു പിറ്റത്തെ മാസം ഡേറ്റ് കിട്ടി സ്കാൻ ചെയ്തു. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജ് എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു. അങ്ങനെ വീട്ടിൽ ആർക്കെങ്കിലും വേറെ ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഇല്ല. ഉമ്മാക്ക് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാക്ക്. അത് NMD അങ്ങനെ എന്തോ ഒരു അസുഖമാണ്, ബ്രെയിനിൽ തന്നെ വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതൊന്നും തമ്മിൽ ഒരു ഇതുമില്ല. പിന്നെ പാരമ്പര്യമായിട്ട് വല്ല അസുഖമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു ഇതും എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്കാൻ റിപ്പോർട്ട് വാങ്ങാൻ വരുമ്പോൾ എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ സ്കാൻ റിപ്പോർട്ട് എൻ്റെ അനിയത്തിനായിട്ട് ഞാൻ മേടിക്കാൻ പോയി. അങ്ങനെ മേടിക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞു
ENT ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് എന്നെ നേരിട്ട് കൊണ്ടുപോയി. അങ്ങനെ നേരിട്ട് കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു മൂക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ഇക്കാടെ ഉമ്മാനെ വിളിപ്പിച്ചു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവർ പറഞ്ഞു മൂക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എൻഡോസ്കോപ്പി ചെയ്തു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യുന്ന ടൈമിൽ നമുക്കിത് അറിയില്ലല്ലോ, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഒക്കെ തരിപ്പിച്ചു, പല്ലൊക്കെ പെട്ടെന്ന് തന്നെ ബോധമൊക്കെ പോയി, താഴത്തൊക്കെ വീണ് BP കുറേ ലോ ആയതായിരുന്നു കേട്ടോ. അങ്ങനെ സ്കാന് എൻഡോസ്കോപ്പി ചെയ്തു. അവർ പറഞ്ഞു മൂക്കിൻ്റെ ഉള്ളിൽ വലിയൊരു മുഴുണ്ട്, അത് JNA ട്യൂമർ എന്ന് പറഞ്ഞിട്ട് ട്യൂമറാണ്, അത് നമുക്ക് ഫുള്ളായിട്ട് ഇവിടുന്ന് സർജറി ചെയ്യില്ല, നിങ്ങൾ തൃശ്ശൂർ തമിഴ്നാട് ഒരു ജാനകിറാം ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അവിടെ പോയി ചെയ്തോ. അപ്പോൾ ഇവർ കുറച്ച് ബയോപ്സിക്ക് എടുക്കുള്ളൂ, അതും ഭയങ്കര റിസ്ക്കാണ്, രക്തക്കുഴലുകൾ കൊണ്ട് ആവരണപ്പെട്ട ഒരു തരം മുഴയാണെന്ന് പറഞ്ഞു. അത് നേരെ ബ്രെയിനിൽ കയറി തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ക്യാൻസർ എന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ഞങ്ങൾ എന്താ ചെയ്തു, അവർ പറഞ്ഞു നിങ്ങൾക്ക് പൈസയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ ഒരു 3-4 ലക്ഷം രൂപ ചിലവാകും, നിങ്ങൾ നേരെ അവിടെ പോയി കാണിച്ചു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പൂനെയിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇതാണ് അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് ആദ്യമായിട്ടാണല്ലോ ഇതിങ്ങനെ വരുന്നത്, അപ്പോൾ ആകെ പേടി. അങ്ങനെ ഞങ്ങൾ നേരെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ, അങ്ങനെ സ്വരാജ്, അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ പോയി. എല്ലാവരും പറഞ്ഞു ഓരോരോ ഹോസ്പിറ്റലും മൂക്കിൻ്റെ ഉള്ളിൽ അങ്ങനെ എല്ലാം കട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും, കുറേ പറഞ്ഞു. അവസാനം ഇവർ പറഞ്ഞ തൃശ്ശിയിൽ ജാനകി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ തൃശ്ശിയിൽ ഡോക്ടർ ജാനകിറാം ഡോക്ടറിൻ്റെ അവിടെ എത്തിയിട്ടോ. പല ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇതുപോലെ റെഫർ ചെയ്തിട്ടുള്ള കുറേ പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോക്കൺ ആയപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു. അങ്ങനെ സാറ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു അത് ENT മാത്രമല്ല കേട്ടോ, സ്കൾ ബേസ് സർജറിയും കൂടിയിട്ടാണ്. അതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കാരണം അത് ബ്രെയിനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവിടെ പോയി ഞങ്ങളെ ഡോക്ടർ സംസാരിച്ച് പറഞ്ഞു ഇത് JNA ട്യൂമർ അല്ല കണ്ടിട്ട്, കാരണം JNA ട്യൂമറിൻ്റെ കുറേ പഠിച്ച് പുസ്തകങ്ങൾ എഴുതിയൊരു ഡോക്ടറാണ് ആ ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് ഇതാവാൻ ചാൻസ് ഇല്ല, നിങ്ങളൊന്ന് പോയി CT സ്കാൻ എടുത്തിട്ട് വരും, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇത് എന്തിൻ്റെയാണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങൾ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. കാരണം JNA ട്യൂമർ വളരേണ്ട ആണുങ്ങൾക്കാണ് വരിക, പെണ്ണുങ്ങൾക്ക് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സ്കാൻ ചെയ്ത് റിപ്പോർട്ടായിട്ട് തിരിച്ച് ഡോക്ടർ എടുത്ത് വന്നപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ ഇത് JNA ട്യൂമർ തന്നെയാണ്, പേടിക്കേണ്ട, ഞാൻ മുക്കിൻ്റെ ഉൾപ്പെടെ തന്നെ എൻഡോസ്കോപ്പി സർജറി ചെയ്തിട്ട് ഫുള്ളായിട്ട് എടുത്തു തരാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 100% ഉറപ്പ് തരാം, 6 ലക്ഷം രൂപ ചിലവ് വരും എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് നാട്ടിൽ പോയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുള്ളായിട്ട് എടുത്തു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് നേരെ പോയത് ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്കാട്ടോ പോയത്. അങ്ങനെ അവിടെ പോയപ്പോൾ അവർ ഡോക്ടേഴ്സിനെ കണ്ടു. ENT ഡോക്ടറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സ്കൾ ബേസ് സർജനും ENT ഡോക്ടറും കൂടിയിട്ട് 2 പേരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തു. അങ്ങനെ അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഡേറ്റ് എടുത്തിട്ട് പോയിക്കോ, സർജറിക്ക് ഡേറ്റ് എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അറിയുന്നത് ഹെഡ് ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറിയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടി. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത്, തിരിച്ച് നാട്ടിൽ വന്നിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് തൃശ്ശിയിലെ ജാനകി റോയൽ ബേർഡ് ഹോസ്പിറ്റലിൽ തന്നെ പോയി. അവിടുന്ന് സർജറി കഴിഞ്ഞ് 15ാമത്തെ ദിവസം എന്നാന്ന് തോന്നുന്നു റിപ്പോർട്ട് വന്നത്. അതെനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് ക്യാൻസറാന്ന് പറഞ്ഞു, പ്ലാസ്മോബ്ലാസ്റ്റിക് ലിംഫോമ എന്ന ക്യാൻസർ. അങ്ങനെയാണ് ഇതാക്കുന്നത്. അങ്ങനെ വേഗം ഞങ്ങൾ അവിടുന്ന് ഇക്കന്നെ അപ്പുറത്തെ കാവേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ പറഞ്ഞു അപ്പോഴൊന്നും എനിക്ക് ഈ വിവരം അറിയില്ല, എൻ്റെ വിചാരം ഇതൊരു ട്യൂമർ, അത് എടുത്ത് കളഞ്ഞു. അപ്പം ഞാൻ ഇക്കാട് ചോദിക്കുന്നുണ്ട് ഇക്കത് എന്തിനാണ് നമ്മളപ്പോൾ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കത് ഹെമറ്റോളജി എന്താ മറ്റേതെന്താ അങ്ങനെ ഓങ്കോളജി എന്താ ഒന്നും അറിയില്ല കേട്ടോ നമുക്ക്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി ഹെമറ്റോളജി ഡോക്ടർ എടുത്തു. അപ്പോഴാണ് ഞാൻ അകത്തേക്ക് കിടന്നപ്പോൾ ഇക്ക ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു അവൾക്കൊന്നും അറിയില്ല, വെച്ചാൽ ഭാഷ മാറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇരുന്നു. അങ്ങനെ ഡോക്ടർ അപ്പം എനിക്ക് ഏകദേശം കാര്യം പിടിയിട്ട് എന്തെങ്കിലും ഉണ്ടാവാണ്ട് അങ്ങനെ പറയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നേരെ ഞങ്ങൾ വേഗം നാട്ടിൽ വന്നു. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ പോയി. അമൃത ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് അന്വേഷിച്ച് നടക്കണം, ഈ ക്യാൻസർ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് VPS ലക്ഷൂരിൽ ഗംഗാധരൻ ഡോക്ടർ ഉണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് അറിഞ്ഞത്. അപ്പോഴൊന്നും എനിക്ക് വിവരങ്ങൾ അറിയണ്ടായിരുന്നില്ല, ഒക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ അമൃത ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് എൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം അവർ വീണ്ടും ചെയ്തു. അത് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മളെ റെക്കോർഡ്സ് അവിടുത്തെ സർജറി കഴിഞ്ഞതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ തിങ്കളാഴ്ച കീമോ എടുക്കാൻ, ഞങ്ങൾ ശനിയാഴ്ച പോയി കാണിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച കീമോ എടുക്കാൻ വരാൻ എല്ലാതും റെഡിയാക്കി കൊടുത്തു. അപ്പോഴാണ് ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഗംഗാധരൻ ഡോക്ടർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് അവരുടെ നമ്പർ എന്തോ അങ്ങനെ എടുത്തിട്ട് മെയിൽ അയച്ചു.
അപ്പോൾ കാരണം ഗംഗാധര ഡോക്ടർക്ക് 4-5 മാസം 6 മാസം കൂടുമ്പോഴാണ് അപ്പോയിൻമെന്റ് കിട്ടുക. ഭയങ്കര തിരക്കുള്ള ഡോക്ടറല്ലേ. അപ്പോൾ ആ സാറിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്ത് കൊടുത്തു. തിങ്കളാഴ്ച എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്തത്, അമൃത ഹോസ്പിറ്റലിൽ പോവാണ്ട് നേരെ നമ്മൾ ലക്ഷ്വർ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഗംഗാധര ഡോക്ടർ കണ്ടു. അപ്പം തന്നെ എനിക്ക് ബോൺമാരെടുത്തു. അങ്ങനെ സാറിനെ കണ്ടു, ബോൺമാരെടുത്തു കാര്യങ്ങൾ. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ അറിയുന്നത്, ഇത് ക്യാൻസർ ആണെന്നും പ്ലാസ്റ്റിക് ലിംഫോമ റയർ ആണെന്നും ഉള്ള കാര്യം അറിയുന്നത്. അന്ന് തൊട്ട് എനിക്ക് അവിടുന്ന് 6 കീമോ ചെയ്തു. 21 ദിവസം കൂടുമ്പോൾ 6 കീമോയും 18 റേഡിയേഷനും. ഇവിടെയാണ് എനിക്ക് റേഡിയേഷൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നോർമൽ ഒരു ഇതിലേക്ക് എത്തി കുറേ കാലം. അങ്ങനെ 3 കീമോ കഴിഞ്ഞപ്പോൾ എനിക്ക് വൻകുടലിൽ അൾസർ പോലെ വന്നു. എന്നുവെച്ചാൽ ഈ ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അൾസർ പോലെ എന്ന് അറിഞ്ഞത്, വൻകുടലിൽ വന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്ങനെ വെച്ചാൽ എൻ്റെ മുടി പോയി, പിന്നെ ആകെ ഡൗൺ ആയി, എണീക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ കുറേ കീമോയുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടു. അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ ചെയ്തു. ഇവിടെയാണ് റേഡിയേഷൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ കണ്ണിന് ചെറിയൊരു വെള്ളം വരില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 15 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ 18 എണ്ണം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 6 സൈക്കിൾ കീമോ 18 റേഡിയേഷൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫോളോ അപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3 മാസം കൂടുമ്പോഴാണ് ഫോളോ അപ്പ് ഉണ്ടായിരുന്നത്. അതിലിടയ്ക്ക് എനിക്ക് ഇവിടെ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും വരും. അപ്പോൾ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തൃശ്ശിയിൽ നിന്ന് സർജറി കഴിഞ്ഞപ്പോൾ അവരെൻ്റെ മൂക്കിലത്തെ എല്ലാം റിമൂവ് ചെയ്തു. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്, ഞാൻ കുറേ കീമോ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ വീണ്ടും തൃശ്ശിയിലേക്ക് തന്നെ പോയി. അവരിത് ഇവിടെ ഒരു എന്തോ ഒരു അള്ളി പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അപ്പം ഞാനത് എന്താണെന്ന് കാരണം അറിയാൻ വേണ്ടി പോയി. അപ്പോൾ സാറിൻ്റെ മകനായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ എല്ലാതും എൻ്റെ റിമൂവ് ചെയ്തു. ഈ മൂക്കിനുള്ളത്തെ ദശ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഞരമ്പുകളെല്ലാം റിമൂവ് ചെയ്തു. പിന്നെ എൻ്റെ ഇവിടുത്തെ പല്ലൊക്കെ ദ്രവിച്ചു തുടങ്ങി. അപ്പം ഞാൻ അവർ പറഞ്ഞു, ഞരമ്പുകളെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് ഇനി ഒരിക്കലും അത് റെഡി ആവില്ല, അത് വെച്ചിട്ട് അഡ്ജസ്റ്റബിൾ ആവണമെന്ന് പറഞ്ഞു. പിന്നെ ശരിയെന്ന് പറഞ്ഞു തിരിച്ചു പോന്നു. എൻ്റെ ഈ ചുണ്ട് ഇതൊന്നും എനിക്കത് ശരിക്കറിയില്ല, വേദനയുണ്ട്, പിന്നെ ഒരു തരം മനവിപ്പ് അങ്ങനെയൊക്കെയാണ്. ഈ സൈഡിലേക്ക് ഫുഡ് കടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗം കാണുമെന്നൊക്കെ പറയില്ല, ഒരവസ്ഥയാണ് എനിക്ക്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ 6 കീമോ റേഡിയേഷൻ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫോളോ അപ്പിലായിരുന്നു 3 മാസം കൂടുമ്പോൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോൺമാരോ ചെയ്യും, പിന്നെ ടെസ്റ്റുകൾ സ്കാനിങ്, പെറ്റ് സ്കാൻ, അത് ഇത് അങ്ങനെ എല്ലാം ചെയ്ത് അങ്ങനെ ഫോളോ അപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഒരു മടക്കും വരുത്തിയിട്ടില്ല കേട്ടോ. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുറേ കാര്യം 6 മാസം 7 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനകൾ തുടങ്ങി, മേല് മുഴുവൻ വേദന. അങ്ങനെ എന്താ ചെയ്തു, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട്, വടക്കഞ്ചേരി അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു എല്ലിൻ്റെ ഡോക്ടറുണ്ട്. ഡോക്ടർ അയ്യോ ഇത് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ അവിടുന്ന് കുറച്ച് കാൽസ്യത്തിൻ്റെ മരുന്നൊക്കെ വന്നപ്പോൾ കാൽസ്യത്തിൻ്റെ മരുന്നൊക്കെ കഴിച്ചു. അങ്ങനെ അവിടുന്ന് നേരെ ഈ കുഴപ്പമൊന്നുമില്ല എന്നല്ല പറഞ്ഞ് നേരെ ഗംഗാധരൻ ഡോക്ടർ പോയിക്കൊണ്ട് സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് ബോൺ സ്കാനൊക്കെ എടുത്തു. അങ്ങനെ സാർ പറഞ്ഞു അയ്യോ ഇതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാൽസ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാലം മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് വേദന കൂടുതലുള്ളൊരു കുറവില്ല. ഞാനത് വെച്ചിട്ട് തന്നെ അങ്ങനെ പോയി, കുറേ കാലം പോയി, ഒരു കൊല്ലത്തോളം വേണമെങ്കിൽ പോയി എന്ന് പറയാം. അങ്ങനെ 2023 ലാസ്റ്റ് പെറ്റ് സ്കാൻ എടുക്കുന്ന ടൈം വന്നു. ആ ടൈം വന്നപ്പോൾ ലാസ്റ്റ് പെറ്റ് സ്കാൻ എടുത്തപ്പോഴാണ് അതിൽ രണ്ടാമത് എൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ ബാക്കിൽ എല്ലിൻ്റെ ഉള്ളിൽ രണ്ടാമത് ട്യൂമർ വളർന്നിട്ടുണ്ട്. അത് വെച്ചാൽ കുഞ്ഞു ഡോട്ടുകളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവർ പറഞ്ഞു ബോണ്ട് ഡോക്ടറെ പോയി കണ്ടിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ബോണ്ട് ഡോക്ടറൊക്കെ പോയി കണ്ടു. അങ്ങനെ സാർ എന്നോട് പറഞ്ഞു നമുക്കിത് ഉള്ളിൽ നിന്ന് അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്, അന്ന് ഒരു യെല്ലോ കോട്ടാക്കിയിട്ട് വേണം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് റിസ്ക്കാണ് കാര്യങ്ങൾ, ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റില്ല, ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ അത് ഇരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് വലുതാണ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ടൈം എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയിട്ട് ബയോപ്സിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനസ്തേഷ്യ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. ഈ സാധനം ബയോപ്സി എടുത്തു. അപ്പോഴാണ് രണ്ടാമത് മൾട്ടിപ്പിൾ മൈലോമ, അതൊരു തരം ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ മൈലോമയായിട്ട് അത് ഇതുപോലെ റയറായിട്ടുള്ള അസുഖമാണ്. അങ്ങനെ രണ്ടാമത് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 18 കീമോ ചെയ്തു. അതൊരൊറ്റ ഇഞ്ചക്ഷനാണ്. നമുക്ക് ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ പിന്നെ പറയണ്ട, അത്രയ്ക്കും ഒരൊറ്റ സെക്കൻഡേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഇഞ്ചക്ഷൻ. അതിൻ്റെ കൂടെ ഡെക്സ, അതിൻ്റെ ഫുൾ നെയിം എനിക്കറിയില്ല ഗുളികയുടെ, അതൊക്കെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് വെച്ച് മുഖമൊക്കെ തടിച്ച് വീർത്ത് ആ ഒരു നിലയ്ക്ക്. അപ്പോൾ രണ്ടാമത് ദിവസം വന്ന കാര്യം നമ്മൾ പുറത്തായതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ 18 കീമോ ചെയ്തു ഞാൻ. രണ്ടാമത് ഒരു ഇഞ്ചക്ഷൻ, അത് കീമോ ആണ്, അത് 18 ചെയ്തു, ആഴ്ചയിൽ. അങ്ങനെ എൻ്റെ വെയിറ്റൊക്കെ 15 കിലോളം ഞാൻ എൻ്റെ വെയിറ്റ് ഒരു മാസം കൊണ്ടൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു പോയി. അങ്ങനെ ആരും പണ്ട ഒരു വർഷത്തോളം അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ മൈലോമ നെയ്സ് തരം അതാണെന്ന് അറിയാണ്ട് എനിക്ക് കുറേ ബയോപ്സിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് അങ്ങനെ ആക്കി. അപ്പോൾ ഇക്കെന്താ ചെയ്ത്, ഈ ബയോപ്സിയുടെ ഇത് തന്നെ ഒരു സ്ലൈഡ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അതന്നെ വെച്ചിട്ട് ഞങ്ങൾ CMC വെല്ലൂരുണ്ടല്ലോ, അവിടേക്കൊക്കെ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ബയോപ്സിക്ക് ഇക്കടെ സ്വന്തം റിസ്കിലേക്ക് അയക്കും ബയോപ്സി റിപ്പോർട്ടുകൾ. ബോൺമാരോട് തന്നെ സ്ലൈഡ്സൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് അയക്കും. കാരണം നമുക്ക് വേറെ ഒന്നും കണ്ടല്ല, നമുക്കൊരു പേടി അങ്ങുണ്ട് എന്താ സംഭവം. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഇതാക്കിയിട്ട് ഇതായില്ല. അപ്പോൾ 2-3 തരം അവിടെ എല്ലാവരും റിപ്പോർട്ട് വന്ന് നമുക്കൊരു ഇതായിട്ടിരിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. വീണ്ടും സ്കാൻ റിപ്പോർട്ട് എല്ലാം എടുത്ത് സാർ എന്നോട് പറഞ്ഞു, നേരിട്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും, അതൊന്നും പറഞ്ഞില്ല എന്നെ സാറ് ഇവരോട് കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ പുറത്തിരുത്ത് എന്നോടൊന്നും പറയില്ല, അതെന്താ സംഭവം അങ്ങനെയൊന്നും അറിയില്ല, അങ്ങനെയാണ് കാര്യങ്ങൾ ഇട്ടാ. അങ്ങനെ നേരെ ഇങ്ങനെ മൾട്ടിപ്പിൾ മൈലോമയാണ്. അപ്പോൾ ഇങ്ങനെ 18 കീമോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക ആഷിക, ഇനി തൻ്റെ മുന്നിൽ 2 വഴികളാണ്. ഒന്നില്ലെങ്കിൽ കീമോ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാൽ ശരി ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ബെസ്റ്റ് സ്ഥലം CMC വെല്ലൂര്, അവിടെയാണെന്ന് അന്വേഷിച്ച് പിടിച്ചറിഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ഇതുപോലെ ആദ്യം ബോധ്യം ഇവർ ഇവിടുന്ന് സ്ലൈഡ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ബോധ്യം എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്യിപ്പിച്ചു. ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യിപ്പിച്ചു. അങ്ങനെ എൻ്റെ പല കാര്യങ്ങൾ എല്ലാ ടെസ്റ്റും പറഞ്ഞാൽ എല്ലാം നല്ല അത്യാവശ്യം ഇതിൽ പൈസ ചിലവായിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്തു. അങ്ങനെ സാർ അവിടെ ഞാൻ ജസ്റ്റ് കാണിക്കാം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ CMC ഹോസ്പിറ്റലിൽ പോയത്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, അപ്പോൾ അത്യാവശ്യം പൈസ വരുന്ന നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മളിലില്ല, നമ്മൾ ഇത്രയും കാലം നമ്മളിത് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഡോക്ടർ പിജി ഡോക്ടറാണ്. ആദ്യം ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ട്, നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ മലയാള ഡോക്ടർക്ക് ഞങ്ങൾ മാറ്റി. അങ്ങനെ ആ സാറിനോട് എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ആദ്യം ചെയ്തു. അപ്പോൾ വീണ്ടും ബോൺമാർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് സ്ലൈഡ് കൊടുത്തിച്ച് ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്ലൈഡ് വീണ്ടും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, വീണ്ടും ടെസ്റ്റിന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ടെസ്റ്റുകളെല്ലാതും കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. കാരണം ഇപ്പോൾ കീമോ എല്ലാം ചെയ്തിട്ട് അസുഖം കൺട്രോൾ ആയിട്ടാണ് നിൽക്കണം, അതുകൊണ്ട് 1 മാസം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഞങ്ങളാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ നിൽക്കും പോയത്. ഇക്കാട് കൂട്ടുകാരുണ്ടായിരുന്നു, അർജുൻ ചേട്ടൻ പറഞ്ഞിട്ട്, ആ ചേട്ടനാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തിരിക്കണം, പോവാനും വരാനും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് ആ ചേട്ടനാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ, കാരണം നമുക്ക് ലാംഗ്വേജ് ആദ്യമായിട്ടാണല്ലോ ഒരു സ്ഥലത്തേക്ക് പോകണത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ആദ്യമായിട്ട് പോയിട്ട് ഞങ്ങൾ അവിടുത്തെ വരാന്തയിൽ വരെ ഞങ്ങൾ തുണി വിരിച്ച് കിടന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഒന്നും അറിയില്ല, ഇതെന്താ സംഭവം ഒന്നും അറിയില്ല. ആദ്യമായിട്ട് പോകുന്നുണ്ട്, ട്രെയിനിലൊക്കെ സീറ്റ് കണ്ടു പോയിട്ട് അങ്ങനെയൊക്കെ എൻ്റെ വീഡിയോ ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇടാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ വേറെ ഇടാം. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എന്താ പറയുക ചെയ്യണമെന്ന് പറഞ്ഞു, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യണം, നമ്മളതിൽ ഒരു പൈസ ഇല്ല. അങ്ങനെ നമ്മൾ ഇതന്നെ നമ്മൾ ഓരോരുത്തർ കടമേടിച്ചിട്ട് നമ്മളെല്ലാ കാര്യം ചിറ്റ ഒരാളോട് പുറത്ത് പറയും. അങ്ങനെ നമ്മൾ ആരോടും പറഞ്ഞില്ല, 2 ദിവസം ആരോടും പറഞ്ഞില്ല. അങ്ങനെ നേരെ എന്താ ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ്, എക്കാടെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, നാട്ടുകാർ എല്ലാവരും സഹായിച്ചിട്ടാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അതെനിക്ക് എല്ലാവരോടും ഭയങ്കര ഒരു നന്ദി പറയാണ്ട്, എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നന്ദി പറയാണ്ട് ആ ഒരു സമയത്ത് സോറി. ആ ഒരു സമയത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേദനകളെല്ലാം ഉണ്ട്, അങ്ങനെ മേലും മുഴുവൻ വേദന ഉണ്ട്. ഇപ്പോൾ എനിക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഏകദേശം 8 മാസമായി. ഏപ്രിലായിരുന്നു ട്രാൻസ്പ്ലാന്റ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ, 10 മാസമായി ആവാറായി. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് എത്ര മാസമായി? അപ്പോൾ എന്നോട് പറഞ്ഞു 1.5 വർഷം വരെ ഇതെടുക്കണം, ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ ചെയ്യും, കുറച്ചൊന്നും ചെയ്യില്ല, അങ്ങനെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ
എൻ്റെ അവസ്ഥ അതാണ്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടിരിക്കണം. അപ്പം എന്നോട് കുറേ പേര് എന്നോട് എന്തിനാണ് മരുന്ന് കഴിക്കണതൊന്നും എന്താ അസുഖമെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഇതായിട്ട് അവർക്കും അങ്ങനെ അസുഖമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്കൊരു ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു സഹായം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ 10 മാസം മുന്നേ, എനിക്ക് രണ്ടാമത്തെ അസുഖം വരുന്നതിന് മുന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് ട്രാൻസ്പ്ലാന്റ് വേണം അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ആക്കിയതാണ് യൂട്യൂബ് ചാനൽ. അതിനുശേഷം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ. അപ്പം ഞാൻ വേണ്ട, ആൾക്കാർ നെഗറ്റീവ് പറയുന്ന കാരണം നമ്മൾ അത്രയും ഇതെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു നിലയിൽ എത്തി. ഇതെല്ലാവരും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടി, നാട്ടുകാർ എല്ലാവരും ബുദ്ധിമുട്ടിട്ടാണ് എന്നെ ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ചത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങില്ല. കുറേ നെഗറ്റീവ് വരും. നിൽക്കാട് പറഞ്ഞു. അപ്പം ഇക്കനോട് പറഞ്ഞു നീ അതൊന്നും കാര്യമാക്കണ്ട, നീ തുടങ്ങിക്കോ, നിൻ്റെ ഇഷ്ടമല്ല, അപ്പം നീ തുടങ്ങിക്കോ, നിൻ്റെ ഇഷ്ടം നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്യുന്നത് തുടങ്ങാം. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. അപ്പം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാൻ എനിക്കൊന്നും പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട്, ആഷിക വ്ളോഗ്സുമായിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് വ്ളോഗായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വ്ളോഗ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ഞാൻ ചെയ്തു തരാം, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഇത്രയും ലോങ് ആയതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ, എനിക്ക് കമ്പനിക്ക് മറുപടി തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തരും. അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ കാണില്ല, വയ്യാത്തൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഞാൻ കാണില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പം അത്രയുള്ളൂ. ടാറ്റാ.